നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നേപ്പാളിൽ വിമാനം തകർന്ന് 18 മരണം, ക്യാപ്റ്റൻ ഗുരുതരാവസ്ഥയിൽ. നേപ്പാളിൽ ശൗര്യ എയർലൈൻസിന്റെ വിമാനം ടേക്ക് ഓഫിനിടെ തകർന്നു വീണ് 18 പേർ മരിച്ചു. ഗുരുതര പരിക്കേറ്റ ക്യാപ്റ്റൻ MR ഷാക്യ ചികിത്സയിലാണ്. ടെക്നിക്കൽ വിഭാഗത്തിലെ 19 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നതെന്ന് വിമാനത്താവള വക്താവ് പ്രേംനാഥ് ഠാക്കൂർ പറഞ്ഞു. വിമാനത്തിലുണ്ടായിരുന്ന 19 പേരിൽ ഒരാളിൽ മാത്രമാണ് ജീവന്റെ തുടിപ്പ് ബാക്കിയായത്. കാഠ്മണ്ഡു ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. സൗരയ എയർലൈൻസ് എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രയിലേക്ക് പുറപ്പെട്ടതാണ് വിമാനം. ടേക്ക് ഓഫിനിടെ വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി ഇടിച്ച് തകരുകയായിരുന്നു. അപകട സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. അപകടത്തെ തുടർന്ന് വിമാനത്താവളം അടച്ചു. സാങ്കേതിക ജീവനക്കാരുമായി പൊഖാറയിലേക്കാണ് വിമാനം യാത്ര തിരിച്ചത്. വിമാനത്തിൽ മറ്റു യാത്രികരൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. റൺവേയുടെ തെക്കേ അറ്റത്തു നിന്നും പറന്നുയരാൻ ശ്രമിച്ച വിമാനം പെട്ടെന്നാണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് ചിറകിന്റെ അറ്റം റൺവേയിൽ പതിച്ചത്. പറന്നുയരുന്ന വേഗത്തിലായിരുന്ന വിമാനം പൊടുന്നനെ ഒരു തീഗോളമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടതെന്ന് ദൃക്സാക്ഷികൾ വിവരിക്കുന്നു. തീപിടിച്ച വിമാനം റൺവേയുടെ കിഴക്ക് വശത്തുള്ള ഒരു തോട്ടിലേക്കാണ് വീണത്. എല്ലാം നിമിഷങ്ങൾക്കകമായിരുന്നു. സൗര എയർലൈൻസ് എന്ന് പറയുന്നത് ആഭ്യന്തര സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനിയാണ്. കാഠ്മണ്ഡൂരിൽ നിന്നും പൊങ്കാലയ്ക്ക് പോകുന്ന പ്ലെയിൻ ആയിരുന്നതിനാൽ നല്ലപോലെ തന്നെ അതിൽ ഇന്ധനം നിറച്ചിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റ് മനീഷ് ഷാക്യയെ KMC ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.